തിരുവനന്തപുരം പുളിമൂട് ജംഗ്ഷനിലെ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ മേയർ വി രാജേഷ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക് സ്വാധീനിച്ചുകൊണ്ട് നിയമങ്ങൾ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള പരിശ്രമമെങ്കിൽ ഒരു കാരണവശാലും അവരുടെ മുമ്പിൽ ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ തയ്യാറായില്ല. ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലത്തുള്ള പുളിമൂടിനടുത്തുള്ള ഈ ഇട റോഡിലെ അനധികൃത നിർമ്മാണം മുൻപ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ താഴെത്തട്ടിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സ്റ്റോപ്പ് എമ്മോ കൊടുത്തിട്ടുള്ളതാണ്. ഞങ്ങളിപ്പോൾ സ്റ്റോപ്പ് എമ്മോ ചെയ്യാൻ വേണ്ടി എഴുതി തുടങ്ങിയപ്പോഴാണ് ആ വിവരം വരുന്നത്. സ്റ്റോപ്പ് എമ്മോ കൊടുത്തിട്ടും നിർത്താതെയാണ് ഇത് തുടങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അടുത്തത് പ്രൊഫഷണൽ മെമ്മോയാണ് കൊടുക്കേണ്ടത്. പ്രൊഫഷണൽ ഓർഡറാണ്. സെക്ഷൻ 148 അനുസരിച്ചുള്ള പ്രൊഫഷണൽ ഓർഡറാണ് അടുത്ത് കൊടുക്കേണ്ടത്. 406 സെക്ഷൻ 406 അനുസരിച്ചുള്ള പ്രൊഫഷണൽ ഓർഡറാണ് കൊടുക്കേണ്ടത്. ആ പ്രൊഫഷണൽ ഓർഡർ തയ്യാറായിക്കൊണ്ടിരിക്കുക, ഓഫീസിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ പ്രൊഫഷണൽ ഓർഡർ കൊടുക്കും. തൊട്ടടുത്തൊരു കെട്ടിടം ഇതുപോലെ തന്നെ പെർമിറ്റ് എടുക്കാതെ അവിടെ നിർമ്മാണം നടക്കുകയാണ്. അവിടെ സ്റ്റോപ്പ് എമ്മോ ഇപ്പോൾ കൊടുക്കുകയാണ്. അപ്പോൾ പ്രൊഫഷണൽ ഓർഡർ കൊടുത്തതിന് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് പോകും. അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോഴേക്കും അതിന് അവർക്ക് വിശദീകരണം നൽകാനുള്ള സമയമുണ്ട് നിയമത്തിൽ. അതിൽ തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ അടുത്ത നടപടികളുമായി മുന്നോട്ട് പോകും. കൺഫർമേഷൻ ഓർഡർ കൊടുത്തിട്ട് മുമ്പോട്ട് പോകും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിവിടെ ഒരു തുടങ്ങുകയാണ്. ഇതൊക്കെ ചെറിയ ചെറിയ നിർമ്മാണങ്ങളാണ്. വലിയ കൊലക്കൊമ്പന്മാർ സിറ്റിയിൽ പല സ്ഥലത്തും നിർമ്മിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഒരു വിട്ടുവീഴ്ചയുമില്ല. അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ തന്നെ പൊളിച്ചു മാറ്റണം, അല്ലെങ്കിൽ ഇവിടെ അവസാനിപ്പിച്ചുകൊള്ളണം. ഒടുവിൽ നിങ്ങളുടെ സമയനഷ്ടവും പണനഷ്ടവും ഉണ്ടാകുന്നതിന് കോർപ്പറേഷൻ ഉത്തരവാദിയായിരിക്കില്ല. നിർമ്മിച്ചു പോയി അതുകൊണ്ടങ്ങ് പോകട്ടെ എന്ന് കരുതുന്ന നിലപാട് ഈ ഭരണസമിതി സ്വീകരിക്കില്ല. നിയമപരമായിട്ട് നിങ്ങൾക്ക് ഏതറ്റം വരെയും പോവാം, അത് പ്രശ്നമില്ല. പക്ഷേ ഈ നാടിൻ്റെ സ്വത്തുവകകൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിക്കുണ്ട്. അക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരും ഞങ്ങളൊക്കെ തന്നെ കൃത്യമായ തീരുമാനമെടുത്തിട്ടുണ്ട്. സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഒന്നാണ് നിയമകാര്യപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ പാളയത്ത് രാത്രിയുടെ മറവിൽ കെട്ടിപ്പൊക്കിയൊക്കെ തന്നെ ഒരു ദിവസം കൊണ്ട് പൊളിച്ചു മാറ്റിയത് എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് വിനയപുരസരം അപേക്ഷിക്കാനുള്ളത്. ഓക്കെ, ഇല്ല, ഞങ്ങളുടെ സ്ക്വാഡൊക്കെ തന്നെ കാര്യക്ഷമമാണ്. ആ സ്ക്വാഡ് കണ്ടുപിടിച്ചിട്ടാണ് ഇവർക്ക് സ്റ്റോപ്പ് എമ്മോ കൊടുത്തത്. ഇപ്പോഴും ഞങ്ങൾ വിളിച്ചപ്പോഴേക്കും സ്ക്വാഡിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയല്ലോ. അല്ല, ഞങ്ങളുടെ ജീവനക്കാർ വളരെ ഉചിതമായിട്ടൊക്കെ ഇടപെടുന്നുണ്ട്. പക്ഷേ ഈ അനധികൃത നിർമ്മാണം നടത്തുന്നവർ സിറ്റിയിലെ തന്നെ പല കൊലക്കൊമ്പന്മാരും ആയതുകൊണ്ട് ജീവനക്കാർക്ക് ചില സമയങ്ങൾ പരിമിതി ഉണ്ടാവും. ഇപ്പോൾ രാത്രിയൊക്കെ വനിതാ ജീവനക്കാർക്കൊക്കെ വന്നിട്ട് ഇതിനെ തടയുവാനുള്ള പരിമിതി ഉണ്ടാവും. പോലീസുമായി സംസാരിച്ചിട്ടുണ്ട്. ആവശ്യമുള്ള ഘട്ടത്തിൽ പോലീസിൻ്റെ സഹായം ആവശ്യമാണെങ്കിൽ പോലീസുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇനി ജീവനക്കാർ എവിടെയെങ്കിലും ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് പാളിച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഈ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എഞ്ചിനീയറിംഗ് വിങ്ങിലെ മുഴുവൻ ജീവനക്കാരെയും വിളിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും പാളിച്ച ഉണ്ടായെന്ന് ബോധ്യപ്പെട്ടാൽ സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ശക്തമായ ആക്ഷൻ വരും. കഴിഞ്ഞ ദിവസം ഇങ്ങനെ പാളിച്ച ഉണ്ടായ ഒരു ജീവനക്കാരിക്ക് നേരെ എടുത്തിട്ടുള്ള നിയമ നടപടി നിങ്ങൾ കോർപ്പറേഷനിൽ അന്വേഷിച്ചാൽ മനസ്സിലാവും. എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് അതിന് വേണ്ടി ഇപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. ഇതെല്ലാവർക്കും ഇപ്പോൾ അതായത് ഒരു പേപ്പറിലൂടെ വായിച്ച് മനസ്സിനൊക്കെ ആളാക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ വന്ന് കണ്ടിട്ട്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ വീണ്ടും ഒരുമിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആർക്കൊന്നും ആരും പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. ഇതിൽ തീരുമാനമെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. സെക്രട്ടറി ഉണ്ട്, മരാമത്ത് ചെയർപേഴ്സൺ ഉണ്ട്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ട്, അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ട്. അപ്പോൾ അത് ഈ ഭാഗത്ത് AE ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഉണ്ട് ഇരുന്ന് തീരുമാനം എടുക്കേണ്ട. അപ്പോൾ ഇവർക്കിവിടെ നടന്നത് എന്താണെന്ന് നേരിട്ട് അറിയാം. അപ്പോൾ ആരുടെയും പേപ്പർ വായിച്ച് പഠിച്ചിട്ട് തീരുമാനം എടുക്കേണ്ട കാര്യമില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അനധികൃതമായ കെട്ടിടങ്ങൾക്കെതിരെ നടപടി കടുപ്പിക്കുകയാണ് നഗരസഭ. ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞു വി രാജേഷ്, ഇതൊരു തുടക്കം മാത്രമാണ്. ഇത്തരത്തിലുള്ള അനധികൃതമായ എല്ലാ കെട്ടിടങ്ങളും ഇടിച്ച് നിരപ്പാക്കും, അല്ലെങ്കിൽ നീക്കം ചെയ്യും. വമ്പന്മാർക്കെല്ലാം ഒരു മുന്നറിയിപ്പ് തന്നെയാണ്, കൃത്യമായി താക്കീത് തന്നെയാണ് വി രാജേഷ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്.